ഇന്ന് നമ്മുടെ ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ മാർക്കറ്റിലെ രണ്ട് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ബൈക്കുകളുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സോ ഗൈസ്, ദീസ് ആർ ദ സുസുക്കി ജിക്സർ SF250 ആൻഡ് ജിക്സർ SF150. രണ്ടും കാണാൻ നിങ്ങൾക്ക് ഏകദേശം സിമിലറായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് എക്സാക്ട്ലി സെയിം അല്ല. രണ്ട് വാഹനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ പ്രൈസിൽ വരുന്ന ഡിഫറൻസ് എന്തൊക്കെയാണ്, ഈ വ്യത്യാസങ്ങൾ കാരണം ഇതിൽ രണ്ടെണ്ണത്തിൽ ഏത് നിങ്ങൾ എടുക്കണം എന്നുള്ള ഒരു ഡിസിഷനിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. സോ ഗൈസ്, എൻ്റെ പേര് നിജിൻ, നിങ്ങൾ കാണുന്ന വണ്ടി മലയാളം യൂട്യൂബ് ചാനൽ. സമയം നിങ്ങളെ നമുക്ക് തുടങ്ങാം. ഈ ബൈക്കുകൾ അണ്ടർ റേറ്റഡായി പോയത് ഇതിന് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടോ ഇതിൽ ഫീച്ചേഴ്സ് ഇല്ലാത്തതുകൊണ്ടോ ഇതിൻ്റെ പ്രൈസ് കൂടുതലായതുകൊണ്ടോ ഒന്നുമല്ല. പകരം ആളുകൾക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങാൻ പോകുന്ന സമയത്തേക്ക് മറ്റ് മോട്ടോർ സൈക്കിൾസിനെ പറ്റിയിട്ട് ആളുകൾക്കുള്ള ഒരു ധാരണയുടെ അത്രയും ഈ സുസുക്കി മോഡൽസിനെ പറ്റില്ല. പക്ഷേ ഒരുപാട് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെയുള്ള നല്ല മോട്ടോർ സൈക്കിൾസ് തന്നെയാണ് ഈ ജിക്സർ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്ന ഒരു ഫീച്ചേഴ്സ്, ഈ 250യും 150യും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ കാണുന്ന SF250യുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2.1 lakh എക്സ്ഷോറൂം പ്രൈസിൽ നിങ്ങൾക്ക് MotoGP ടെക്നോളജി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നാം, MotoGP ടെക്നോളജി എങ്ങനെയാണ് ഇതുപോലുള്ള ഒരു സ്മോൾ കപ്പാസിറ്റി ബൈക്കിൽ വരുന്നുള്ളത്. കാരണം ഇതിലിരിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് വൺ ഓഫ് എ കൈൻഡ് എഞ്ചിനാണ്. കാരണം ഒരു 249cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് SOC എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. മാക്സിമം ഏകദേശം ഒരു 26.5 PS പവർ, 9300 RPM, അതുപോലെ 22.6 Nm ടോർക്ക്, 7300 RPM പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ എഞ്ചിനാണ്. കൂടെ സുസുക്കിയുടെ ഇക്കോ പെർഫോമൻസ് ടെക്നോളജി ഒക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെ MotoGP ടെക്നോളജി എന്താണെന്ന് പറഞ്ഞു തരാം. ഈ ഒരു വാഹനത്തിൻ്റെ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഓയിൽ കൂളിംഗ് സിസ്റ്റമാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പുതുമകളൊന്നും തോന്നില്ല. കാരണം ഒരുമാതിരി 160cc മുകളിലേക്കുള്ള മിക്ക വണ്ടികളിലും അല്ലെങ്കിൽ 160cc പെർഫോമൻസ് വാഹനങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുന്നതാണ് ഓയിൽ കൂളിംഗ്. പക്ഷേ ആ ഓയിൽ കൂളിംഗിൽ നിന്നും ഈ ഒരു ഓയിൽ കൂളിങ്ങിന് വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇതാണ് പ്യുവർ ഓയിൽ കൂളിംഗ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന ടെക്നോളജി. കാരണം ഓയിൽ കൂളറിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് റേഡിയേറ്റർ ഫാൻ വന്നിട്ടുണ്ട് ഈ ഒരു ബൈക്കിൽ. വേറെ ഒരു ഓയിൽ കൂളിംഗിൽ വരുന്നുണ്ടെങ്കിൽ നോർമലി വരുന്ന ഓയിൽ കൂളിംഗ് ബൈക്കുകളിലൊന്നും തന്നെ നമുക്ക് അത് കാണാൻ സാധിക്കില്ല. ആ ഓയിൽസ് ഒക്കെ തന്നെ കൂളാവുന്നത് അല്ലെങ്കിൽ ആ കൂളേഴ്സ് വർക്ക് ചെയ്യുന്നത് നമ്മൾ വണ്ടി ഓടുമ്പോഴത്തേക്ക് വാഹനത്തിലേക്ക് വന്ന് അടിക്കുന്ന കാറ്റ് കൊണ്ട് തണുക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഈ ഒരു എഞ്ചിൻ്റെ ഓയിൽ കൂളറിന് ഒരു ഡെഡിക്കേറ്റഡ് റേഡിയേറ്റർ ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്കൊരു പ്യുവർ 100% ഓയിൽ കൂൾഡ് എഞ്ചിൻ എന്ന് വിളിക്കാൻ സാധിക്കും. ഇതേ ടെക്നോളജി ഒക്കെ തന്നെയാണ് സുസുക്കിയുടെ MotoGP ബൈക്കുകളിലും സുസുക്കി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സ്കെയിൽ ഡൗൺ വേർഷൻ അല്ലെങ്കിൽ അതിൽ നിന്നും ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഈ ഒരു 250 എഞ്ചിനും സുസുക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓയിലിന് എഞ്ചിനുള്ളിലൂടെ പോകാനായിട്ട് പ്രത്യേകിച്ച് സിലിണ്ടർ ഹെഡിനെ തണുപ്പിക്കാനും വേണ്ടുള്ള കൂളിംഗ് ജാക്കറ്റ്സ് ഒക്കെ തന്നെ ഈ ഒരു എഞ്ചിനുള്ളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ പെർഫോമൻസും എഫിഷ്യൻസിയും മാക്സിമം ആക്കാനും മാക്സിമം മൈലേജും പെർഫോമൻസ് ഡ്രോപ്പ് ഇല്ലാണ്ട് തന്നെ നമുക്ക് ലോങ് ടൈം ആയിട്ട് വാഹനം യൂസ് ചെയ്യാനും ഇതിൻ്റെ എഞ്ചിൻ റിലയബിലിറ്റി കൂട്ടാനും ഒക്കെ തന്നെ ഈ ഒരു ടെക്നോളജി ഒരുപാട് സാധിക്കുന്നുണ്ട്. ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റു 250cc എഞ്ചിനുകളിൽ നിന്നും എന്തോരം റിഫൈൻഡ് ആൻഡ് സ്മൂത്ത് ആണ് ഈ ഒരു സുസുക്കിയുടെ 250cc എഞ്ചിൻ ഉള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് പോകുന്നതിന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് നമുക്ക് ഈ വണ്ടി തന്നിരിക്കുന്നത് ഗോൾഡൻ സുസുക്കി പത്തനംതിട്ടയിൽ നിന്നുമാണ്. ഇപ്പോൾ അവർക്ക് കറന്റ് സുസുക്കി 2 വീലേഴ്സിന് മേലെ ഒത്തിരി ഓഫേഴ്സ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. ഓഫീസിനെ പറ്റി ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്, മറക്കാണ്ട് ആ ഒരു പോർഷൻ കാണുക. ഈ വാഹനങ്ങൾ വാങ്ങാൻ നിങ്ങൾക്ക് ആരെങ്കിലും പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭത്തിന് ഇപ്പോൾ ഇത് വാങ്ങാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലൊക്കെ തന്നെ ഞാൻ അവരുടെ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇതുവരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ലോ മെയിൻ്റനൻസ് ആൻഡ് ലോ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ഒരു ലിക്വിഡ് കൂളിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ലിക്വിഡ് കൂളിങ്ങിന് വരുന്നതിൻ്റെ അത്രയും മെയിൻ്റനൻസ് ഈ ഒരു എഞ്ചിന് ആവശ്യമില്ല. അതുപോലെ തന്നെ ലിക്വിഡ് കൂളിംഗ് എഞ്ചിനുകളെക്കാളും വെയിറ്റ് കുറവാണ് ഈ ഒരു എഞ്ചിൻ. അതേപോലെ തന്നെ സൈസും കുറവാണ്. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ സൈസിൽ, വെയിറ്റിൽ, ആ ഒരു കോമ്പാക്ട്നെസ്സിലൊക്കെ തന്നെ ഈ ഒരു എഞ്ചിൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതിൽ എഞ്ചിൻ ഓയിൽ തന്നെയാണ് എഞ്ചിൻ കൂളിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ ഒരു ബൈക്ക് സർവീസ് ചെയ്യുന്ന പോലെ എഞ്ചിൻ ഓയിൽ മാത്രം ഇതിൽ റീപ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നോക്കിയാൽ മതി. റേഡിയേറ്ററിനെ പറ്റിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ കൂളൻ്റ് കുറയുന്നുണ്ടോ, കൂടുന്നുണ്ടോ, ലീക്ക് ഉണ്ടോ, അങ്ങനെയുള്ള ഒരു കോംപ്ലിക്കേഷൻസും ഈ ഒരു എഞ്ചിനിൽ വരുന്നില്ല. ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു 250cc എഞ്ചിൻ മറ്റ് 250cc എഞ്ചിനേക്കാളും കൂടുതൽ മൈലേജ് അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എഞ്ചിനാണ്. ഓൺ ആൻ ആവറേജ് 38 to 40 km/L ആണ് നമ്മുടെ നോർമൽ യൂസുകളിൽ ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന മൈലേജ്. ഹൈവേയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 42 to 45 ഇടയ്ക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ബ്യൂട്ടിഫുൾ എഞ്ചിൻ്റെ കൂടെ ഒരു ബ്യൂട്ടിഫുൾ ഗിയർ ബോക്സുമാണ്
സുസുക്കി ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വിത്ത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച്. ഓരോ ഗിയർ ഷിഫ്റ്റും നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് തരുന്ന ഷിഫ്റ്റുകളാണ്, അപ്പ് ആൻഡ് ഡൗൺ ഷിഫ്റ്റ്സ്. അതേപോലെ തന്നെ വളരെ സ്മൂത്താണ്, അങ്ങനെ ഫോൾസ് ന്യൂട്രലോ കാര്യങ്ങളൊന്നും തന്നെ വീഴാറില്ല. അതുപോലെ ഗിയർ ഷിഫ്റ്റിംഗ് ടൈമിൽ ക്ലങ്കി ഫീലോ കാര്യങ്ങളൊന്നും തന്നെ തരുന്നില്ല. ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കും വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ്. കാരണം ഇതിന് വെറും 800 മില്ലിമീറ്റർ മാത്രമേ സീറ്റ് ഹൈറ്റ് വരുന്നുള്ളൂ. ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല വാഹനത്തിനുള്ളിൽ ഇരിക്കുന്ന ഒരു ഫീൽ തരുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ സീറ്റിംഗ് പോസ്റ്റർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു സ്പോർട്സ് ടൂറിംഗ് സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. ഒരുപാട് അഗ്രസീവായിട്ടല്ല നമ്മുടെ ഫ്രണ്ട് ഹാൻഡിൽ ബാറും കാര്യങ്ങളൊന്നും തന്നെ വന്നിരിക്കുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സിറ്റി യൂസിനാണെങ്കിലും ഡെയിലി യൂസിനാണെങ്കിലും ഹൈവേ ടൂറിങ്ങിനാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ട് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നല്ല പാഡിംഗ് ഉള്ള സീറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. റൈഡർക്കാണെങ്കിലും പില്ലൺ ആണെങ്കിലും 3 പീസ് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ വരുന്നുണ്ട്. നമുക്ക് ആ ഒരു സ്പോർട്ടി ഫീലും കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 12 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് ആണ് വന്നിരിക്കുന്നത്. ഈ ടാങ്കിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ തന്നെ എടുത്തു പറയേണ്ടതാണ്. എങ്ങും നമുക്ക് പാനൽ ഗ്യാപ്സോ റാഡ്ലിംഗ് നോയ്സോ ഒന്നും തന്നെ ഈ വാഹനത്തിൽ ഫീൽ ചെയ്യില്ല. നല്ല വെൽ ബിൽഡ് ഫീൽ ചെയ്യുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി ഓഫർ ചെയ്യുന്ന ഒരു വാഹനമാണ് SF250 എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്പോർട്സ് ബൈക്കിൽ നമ്മൾ ആരും അധികം റൈഡിംഗ് കംഫർട്ട് അങ്ങനെ പ്രതീക്ഷിക്കാറില്ല. എന്നാൽ ഓടിക്കുന്ന എല്ലാവരെയും സർപ്രൈസ് ചെയ്യുന്ന അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ സെറ്റപ്പാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ് വന്നിരിക്കുന്നത്, ബാക്കിൽ പ്രീലോ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്ക് ഉണ്ട്. രണ്ടും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സെറ്റിംഗിൽ ചെയ്തിരിക്കുന്ന സസ്പെൻഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ എത്ര ദൂരം വേണമെന്നുണ്ടെങ്കിലും ലോങ് ട്രാവൽ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മളുടെ സിറ്റി കണ്ടീഷൻസൊക്കെ തന്നെ കംഫർട്ടബിൾ ആയിട്ട് ഡേ ടു ഡേ ഉപയോഗങ്ങൾക്ക് ഓടിച്ചുകൊണ്ട് നടക്കാനും സാധിക്കുന്ന രീതിക്കാണ് സസ്പെൻഷൻ സെറ്റിംഗ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ഭാഗത്തേക്ക് പോയാൽ ഫ്രണ്ടിൽ നമുക്ക് 300 mm ഡിസ്ക് ബ്രേക്കും ബാക്കിൽ 220 mm ഡിസ്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത്. അതും ഡ്യുവൽ ചാനൽ ABS-ൻ്റെ ആ ഒരു സേഫ്റ്റി ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഏതൊരു സ്പീഡിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു വാഹനത്തെ നിർത്താനായിട്ട് ഈ ഒരു ബ്രേക്കിംഗ് സെറ്റപ്പ് കൊണ്ട് സാധിക്കും. അതേപോലെ തന്നെ ടയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈഡർ ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് 110 സെക്ഷൻ്റെ ടയറും ബാക്കിൽ 150 സെക്ഷൻ്റെ ടയറുമാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഈ ഒരു റിമ്മ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് നമുക്ക് 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു അലോയ് വീൽസിനും പ്രത്യേകതയുണ്ട്, നമുക്കിത് ഡയമണ്ട് കട്ട് ആയിട്ടുള്ള ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനം ഓടുമ്പോഴത്തേക്ക് ആ ഒരു വീല് കറങ്ങുമ്പോൾ കാണുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഒരു പ്രീമിയം ഫീൽ നമുക്ക് വാഹനത്തിൽ കിട്ടാനും ഈ ഒരു റിം സഹായിക്കുന്നുണ്ട്. ഇനി വെയിറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ലൈറ്റ് മോട്ടോർ സൈക്കിളാണ് നമ്മുടെ ജിക്സർ SF250 എന്ന് പറയുന്നത്. വെറും 161 കിലോഗ്രാം മാത്രമാണ് ഈ ഒരു ഫേഡ് സ്പോർട്സ് മോട്ടോർ സൈക്കിളിൻ്റെ വെയിറ്റ് വരുന്നത്. അതേപോലെ തന്നെ 165 mm ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നതാണ്. അടി തട്ടും എന്നുള്ളൊരു പേടിയെ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ വേണ്ട. ഫ്രണ്ടിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു LED ഹെഡ് ലാമ്പാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഒരു യുണീക്ക് ഫ്രണ്ട് ആൻഡ് ഡിസൈനുമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ബാക്കിൽ നമുക്ക് LED ടെയിൽ ലാമ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു വലിയ LCD മീറ്റർ കൺസോൾ ഇതിൽ വരുന്നുണ്ട്, ഫുള്ളി ഡിജിറ്റലാണ്. അതിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും വരുന്നുണ്ട്. സുസുക്കിയുടെ റൈഡ് കണക്ട് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൽ കോൾ ആൻഡ് മെസ്സേജ് അലേർട്സ്, ടേൺ ബൈ ടേൺ നാവിഗേഷൻ, മൊബൈൽ ബാറ്ററി ആൻഡ് സെല്ലുലാർ നെറ്റ്വർക്ക് ഡിസ്പ്ലേ, അതുപോലെ തന്നെ സ്പീഡ് അലേർട്ട് പോലെയുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മുടെ ഫുൾ റൈഡ് ഡേറ്റയും കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ആപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. സോ കണക്ടിവിറ്റിയുടെ കാര്യത്തിലും ഒട്ടും ഈ ഒരു വാഹനം പിന്നിലല്ല. ഒരു നല്ല ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈറ്റിംഗ് ആണെങ്കിൽ തന്നെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ലൈറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് SF250യുടെ വിശേഷങ്ങൾ. ഇനി നമ്മൾ ഇതിൻ്റെ അനിയൻ എന്ന് വിളിക്കാവുന്ന SF150യിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ വൈസ് നമുക്ക് ഓൾമോസ്റ്റ് SF250 സിമിലർ ആണ്. കുറച്ച് കാര്യങ്ങളാണ് ചേഞ്ച് വരുന്നത്. SF250യെക്കാളും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കളർ ആൻഡ് ഗ്രാഫിക് സ്റ്റൈലിംഗ് ആണ് നമുക്ക് SF150യിലേക്ക് വരുന്നത്. ഇത് ഓറഞ്ചും അതുപോലെ തന്നെ സിൽവറും ബ്ലാക്കും കൂടെ ചേർന്നിട്ടുള്ള ഒരു നൈസ് ഫിനിഷ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ വീൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് നോർമൽ ടൈപ്പ് 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. ഡയമണ്ട് കട്ടോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസ്കിൻ്റെ സൈസും കുറച്ച് കുറവാണ് കമ്പയറിംഗ് ടു SF250. അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ വലുപ്പം നമുക്ക് കുറച്ച് കുറവാണ് ഈ ഒരു 155ലേക്ക് വരുമ്പോഴത്തേക്ക്. അത് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് സെയിം ആ ഒരു LED ഹെഡ് ലാമ്പാണ് വരുന്നത്. അതിലുള്ള അതേ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് തന്നെയാണ് ഇതിലും കിട്ടുന്നത്. അതേപോലെ തന്നെ ടെയിൽ ലാമ്പും രണ്ട് വാഹനങ്ങൾക്കും സെയിം ആണ് വന്നിരിക്കുന്നത്. ടയർ സൈസിലും ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 100 സെക്ഷൻ ടയറും ബാക്കിൽ 140 സെക്ഷൻ ടയറുമാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാലും ഇത് കാണാൻ 250 പോലെ തന്നെ കുറച്ചും കൂടെ നല്ല ബൾക്കി ടയറായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സീറ്റ് ഹൈറ്റിലും വേറൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇത് കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു 250 ഹൈറ്റ് കുറഞ്ഞവർക്ക് പറ്റിയ വാഹനമാണ്. ഇത് അതിലും ബെസ്റ്റ് വാഹനമാണ്. കാരണം 795 മില്ലിമീറ്റർ മാത്രമാണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അതായത് ഏകദേശം അതിനേക്കാളും 5 മില്ലിമീറ്ററോളം സീറ്റ് ഹൈറ്റ് കുറവാണ് നമ്മുടെ 150യിലേക്ക് വരുമ്പോഴത്തേക്ക്. അതേപോലെ തന്നെ വണ്ടിയുടെ വെയിറ്റും വളരെ കുറവാണ്. 145-147 കിലോഗ്രാം റേഞ്ചിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനാണെങ്കിലും വലിയ വാഹനങ്ങൾ ഓടിക്കാൻ അങ്ങനെ താല്പര്യമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിലും പറ്റിയ ഒരു വാഹനം തന്നെയാണ്. കാരണം കാഴ്ചയിൽ നിങ്ങൾക്ക് വലിയൊരു വാഹനത്തിൻ്റെ ഫീൽ കിട്ടുമെന്നുണ്ടെങ്കിലും ഇത് ഓടിക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കുന്ന ഒരു വാഹനമായിട്ട് തന്നെ ഫീൽ ചെയ്യും നമുക്ക് ഈ ഒരു ജിക്സർ SF150 എന്ന് പറയുന്നത്. ഇത് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ വ്യത്യാസം വരുന്നത് ഈ വാഹനത്തിൻ്റെ എഞ്ചിനിൽ തന്നെയാണ്. കാരണം ഇതിലിരിക്കുന്നത് ഒരു 149cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് 4 സ്ട്രോക്ക് എഞ്ചിനാണ്. മാക്സിമം 13.5 bhp പവറും അതുപോലെ തന്നെ 13.8 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ റിഫൈൻഡ് ആൻഡ് റിലയബിൾ എഞ്ചിനാണ് ഇരിക്കുന്നത്. വളരെ കുറഞ്ഞ മെയിൻ്റനൻസിൽ നമുക്ക് നല്ല ഫ്യൂൽ എഫിഷ്യൻസി തന്ന്
ഓടിക്കാൻ സാധിക്കുന്ന ഒരു എഞ്ചിൻ കൂടിയാണിത്. ആവറേജ് നമുക്ക് 45 km/ലിറ്റർ മൈലേജ് ഇതിൽ നിന്ന് കിട്ടും. അത് നമ്മുടെ നോർമൽ സിറ്റി യൂസും കാര്യങ്ങളും ഒക്കെയാണ്. അതല്ല നിങ്ങൾ ഹൈവേയിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തേക്ക് എന്തായാലും ഒരു 50 km/ലിറ്ററിനടുത്ത് മൈലേജ് തരാൻ സാധിക്കുന്ന ഒരു നല്ല റിഫൈൻഡ് ആയിട്ടുള്ള സ്മൂത്ത് എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു എഞ്ചിൻ്റെ കൂടെ സുസുക്കി ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. 12 ലിറ്റർ ഫ്യൂൽ ടാങ്ക്, അതേപോലെ തന്നെ സുസുക്കി റൈഡ് കണക്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ വരുന്ന LCD മീറ്റർ കൺസോള്, ഈ ഒരു 3 പീസ് ക്ലിപ്പ് ഓൺ ഹാൻഡ് ബാർ ഒക്കെ തന്നെയും 2 വാഹനങ്ങൾക്ക് നമുക്ക് സെയിം ആണ്. ഈ വീഡിയോ ഇത്രയും കണ്ട നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിലേതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരവാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. അതായത് ഒരു 150cc മോട്ടോർ സൈക്കിളും 250cc മോട്ടോർ സൈക്കിളും രണ്ടും ഏകദേശം സിമിലർ ലുക്കിംഗ് ആണ്. അപ്പം ലുക്ക് വൈസ് നോക്കുന്ന ആളുകൾക്ക് 150 പോരെ, കാരണം ഇതിന് കുറച്ചും കൂടെ വില കുറവാണല്ലോ, കുറച്ചും കൂടെ ബെറ്റർ മൈലേജ് കിട്ടുമല്ലോ, എന്നാൽ ഇതെടുത്താൽ പോരെ എന്നുള്ള ചിന്തകളുണ്ടാവാം. അതിന് ഞാനൊരു ക്ലാരിഫിക്കേഷൻ തരാം. 2 വാഹനങ്ങളും കാണാൻ സെയിം ആണെങ്കിൽ ഇതിൽ രണ്ടിലും വന്നിരിക്കുന്ന ടെക്നോളജീസ്, ഇതിൻ്റെ ഫീലും കാര്യങ്ങളൊക്കെ തന്നെ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അത് രണ്ടും നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട ഗോൾഡൻ സുസുക്കിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 2 വാഹനങ്ങളും അവിടെ നിങ്ങൾക്ക് ടെസ്റ്റ് റൈഡിനായിട്ട് അവൈലബിൾ ആണ്. ഇത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ അത് ഞാൻ പ്രൈസിൽ നിന്ന് തന്നെ പറയാം. ഏകദേശം 2,10,000 രൂപയോളമാണ് ഈ ഒരു SF 250യുടെ എക്സോറും പത്തനംതിട്ട പ്രൈസ് വരുന്നത്. 1,53,000 രൂപയോളമാണ് ഈ ഒരു SF 150യുടെ പത്തനംതിട്ട എക്സോറും പ്രൈസ് വരുന്നത്. അപ്പോൾ ഏകദേശം ഇത് തമ്മിൽ നമുക്കൊരു 50,000 രൂപയ്ക്ക് മുകളിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യത്യാസത്തിന് എന്താണ് നിങ്ങൾക്ക് കൂടുതൽ 250യിൽ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പവർ കിട്ടുന്നുണ്ട്, ഒരു ബെറ്റർ ആൻഡ് യുണീക്ക് എഞ്ചിൻ കിട്ടുന്നുണ്ട്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് സുസുക്കിയുടെ ഈ ഒരു വാഹനത്തിലിരിക്കുന്നത്. ഈ എഞ്ചിൻ തന്നെ സുസുക്കിയുടെ ജിക്സർ സീരീസിൽ, അതുപോലെ തന്നെ V-Strom സീരീസിലൊക്കെ തന്നെ അവർ യൂസ് ചെയ്യുന്ന ഒരു റോബസ്റ്റ് എഞ്ചിൻ തന്നെ നമുക്കിന്നെ വിളിക്കാൻ സാധിക്കും. ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിലും കഥ മറ്റൊന്നുമല്ല, വളരെ റിഫൈൻഡ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സുസുക്കി ഇക്കോ പെർഫോമൻസ് വരുന്ന ഒരു നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിലയബിൾ എഞ്ചിനാണ്. ഇതിന് മുമ്പത്തെ ജനറേഷൻ ഓഫ് ജിക്സേഴ്സൊക്കെ ഉപയോഗിക്കുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാവും, ആ ജിക്സേഴ്സൊക്കെ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബേസിക് മെയിൻ്റനൻസ് മാത്രം കൊടുത്താൽ മതി. അതുമല്ല, ഇതുപോലുള്ള ബൈക്കിന് വളരെ കുറഞ്ഞ മെയിൻ്റനൻസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. നിങ്ങൾക്ക് ബൈക്കിൻ്റെ ഉപയോഗം കൂടുതൽ സിറ്റീസിലും അതുപോലെ നോർമലായിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നാട്ടിൻപുറത്തൊക്കെയുള്ള ഓടിയിലൊക്കെയാണ്, അങ്ങനെയുള്ള ലിമിറ്റഡ് ഉപയോഗങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും SF 150 വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. കാരണം അതിൻ്റെ പ്രൈസും കുറവാണ്, നിങ്ങൾക്ക് മൈലേജും കൂടുതൽ കിട്ടും. ഇതുപോലെയുള്ള ഉപയോഗങ്ങൾക്കൊക്കെ തന്നെ നിങ്ങൾക്ക് ബെസ്റ്റ് ബൈക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഹൈവേ ടൂറിങ് അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്തൂസിയാസ്റ്റ് ആയിട്ട് ഓടിക്കുന്ന ആളുകൾ, എപ്പോഴും ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ, ബൈക്കിൽ തന്നെ ടൂറിങ് നടത്തണമെന്ന് ആഗ്രഹമുള്ളവർ, ഹൈവേ ഓടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തന്നെ 250 ആണ് കുറച്ചും കൂടെ ബെറ്റർ. കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ ക്രൂസിങ് സ്പീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. 100 km/h സ്പീഡിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് നല്ല മൈലേജോട് കൂടിയിട്ട് എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നതാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. സോ അങ്ങനെയുള്ള കാറ്റഗറി ഓഫ് പീപ്പിൾസിന് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് SF 250 എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഈ വാഹനങ്ങൾ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഗോൾഡൻ സുസുക്കി പത്തനംതിട്ടയിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓഫേഴ്സ് ഇപ്പോൾ ഇതിന് അവൈലബിൾ ആയിട്ടുണ്ട്. SF 250ക്ക് നിങ്ങൾക്ക് അപ് ടു 30,000 റുപ്പീസ് വരെയും ഓഫറുണ്ട്. അതേപോലെ തന്നെ 150 ആണെന്നുണ്ടെങ്കിൽ അപ് ടു 15,000 റുപ്പീസ് ഓഫറുണ്ട്. ഇതിന് പുറമെ 5 വർഷത്തേക്ക് വണ്ടിയുടെ വാറണ്ടി, അതുപോലെ തന്നെ 5 വർഷത്തേക്കുള്ള വണ്ടിയുടെ റോഡ് സൈഡ് അസിസ്റ്റൻസ് നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ പെട്രോൾ കയറുന്ന വഴി കിടന്നാലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേബിൾസ് എന്തെങ്കിലും പൊട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും മെക്കാനിക്കൽ ഇഷ്യൂസ് ആയിട്ട് നിങ്ങൾ വണ്ടിയുമായിട്ട് വഴി കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ എവിടെയാണോ പെട്ട് കിടക്കുന്നത് അവിടെ വന്ന് നിങ്ങളുടെ വണ്ടി കൊണ്ടുപോകും, അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അവർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനങ്ങളെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ ഇത് ടെസ്റ്റ് റൈഡ് ബുക്ക് ചെയ്യാനൊക്കെ തന്നെ സാധിക്കുന്നതാണ്. മാത്രമല്ല സുസുക്കി മോട്ടോർ സൈക്കിൾസ് ആൻഡ് സ്കൂട്ടേഴ്സിൻ്റെ സർവീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ജെനുവിൻ സ്പെയർ പാർട്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.